ഈ വീഡിയോയിൽ നമുക്ക് NumPy ആൻഡ് പൈത്തൺസ് പാണ്ടാസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾ പ്രോഗ്രാംസ് ആണ് നോക്കുന്നത്. സോ program to find diagonal elements, rank, determinant, inverse, eigenvalues and eigenvector of a particular matrix. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ മെട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് NumPy പാക്കേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ NumPy നമുക്ക് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു മെട്രിക്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെട്രിക്സ് എന്ന് പറയുന്നത് എ റേഞ്ച് ഫംഗ്ഷൻ വെച്ച് 9 എലമെൻറ്റ്സ് 0 to 8 വരെയുള്ള എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു 3x3 മെട്രിക്സ് ആയിട്ട് റീഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ സി ഡോട്ട് ഡയഗണൽ. ഓക്കെ, മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മെട്രിക്സ് ഡോട്ട് ഡയഗണൽ ഫംഗ്ഷൻ നമ്മൾ ആക്സസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ റാങ്ക് കിട്ടാനായിട്ട് ലീനിയർ ആൾജിബ്ര എന്നുള്ളതാണ്. അപ്പം നമ്മുടെ NumPy ഡോട്ട് LINALG ലീനിയർ ആൾജിബ്ര ഡോട്ട് മെട്രിക്സ് അണ്ടർസ്കോർ റാങ്ക് ഓഫ് ഏത് മെട്രിക്സ് ആണ് വേണ്ടത് ആ മെട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ മെട്രിക്സിൻ്റെ റാങ്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റ് കിട്ടാനായിട്ട് NumPy ഡോട്ട് ലീനിയർ LINALG ഡോട്ട് DET ഡിറ്റർമിനൻറ്റ് അതിനുള്ള ഫംഗ്ഷനാണ് DET ഫംഗ്ഷൻ. അതിനകത്തേക്ക് നമുക്ക് ഏത് മെട്രിക്സ് ആണോ വേണ്ടത് അത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിനൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഡിറ്റർമിനൻറ്റ് റിട്ടേൺ ചെയ്ത് കിട്ടും. അതിനെ നമ്മൾ പിന്നീട് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കേസിൽ റാങ്ക് 2 ആണ്. ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം വേറൊരു അറേ ഇവിടെ ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിട്ട് കിട്ടുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ വേറൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിറ്റർമിനൻറ്റ് 5 ആണ് കിട്ടുന്നത്. ദെൻ അതിനുശേഷം ഇപ്പം ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കിട്ടാനായിട്ട് ലീനിയർ അൽഗോരിതം ഡോട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ INV ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ഈഗൻ വാല്യൂസും ഈഗൻ വെക്ടേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് ലീനിയർ അൽഗോരിതം ഡോട്ട് എയ്ഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഈ എയ്ഗ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ടപ്പിൾ വാല്യൂ ആണ്. സോ അപ്പോൾ ആ 2 വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈഗൻ വാല്യൂസും കിട്ടും ഈഗൻ വെക്ടേഴ്സും കിട്ടും. സോ അപ്പോൾ അതിന് രണ്ടിനെയും നമ്മൾ 2 വേരിയബിൾസിലേക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്, W ഉം B. എന്നിട്ട് ആ 2 W ഉം B യും പ്രിൻറ്റ് ചെയ്യുന്നു. ആദ്യം കിട്ടുന്നത് നമുക്ക് ഈഗൻ വാല്യൂസാണ്, Vയിൽ കിട്ടുന്നത് ഈഗൻ വെക്ടേഴ്സാണ്. അത് നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സ് റിലേറ്റഡ് ഓപ്പറേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അത് NumPy യൂസ് ചെയ്ത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ അടുത്ത പ്രോഗ്രാമാണ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് 3 ലീനിയർ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ NumPy അറേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ NumPy അറേക്കകത്ത് ഓരോ ഇതും നമ്മൾ ഇവിടെ മെട്രിക്സ് ഫോമാറ്റിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് വാല്യൂസ് എല്ലാം മെട്രിക്സ് ഫോമാറ്റിൽ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ് കോഎഫിഷ്യൻസ് ആണ് ഓരോ റോയുടെ ഫസ്റ്റ് കോളമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ Y കോർഡിനേറ്റ്സ് സെക്കൻഡ് കോളം, അങ്ങനെ ഓരോന്നോരോന്ന് അലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസിനെ നമ്മൾ വേറൊരു അറേ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെട്രിക്സ് റിപ്രസെൻറ്റേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് NP ഡോട്ട് ലീനിയർ അൽഗോരിതം ഡോട്ട് സോൾവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ വാല്യൂസായിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അത് റിട്ടേൺ ചെയ്ത് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സിൻ്റെ സൊല്യൂഷൻ, ഇത് വൈയുടെ സൊല്യൂഷൻ, ഇത് ഇസഡിൻ്റെ സൊല്യൂഷൻ, നമുക്കങ്ങനെ വേരിയബിൾ വൈസുള്ള സൊല്യൂഷൻ കിട്ടും. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് NumPy യൂസ് ചെയ്ത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഡേറ്റ നമുക്ക്
ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ CSV എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പാണ്ടാസ് യൂസ് ചെയ്തും CSV ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് CSV ഫയൽ ഡീൽ ചെയ്യാനായിട്ട് ഒരു CSV എന്ന് പറയുന്ന ഒരു പാക്കേജ് തന്നെ നമുക്ക് പൈത്തണിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും CSV ഫയൽസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ CSV പാക്കേജ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് കുറച്ച് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് റോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഫയൽ നെയിം നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ്. ഫയൽ നെയിം എന്ന് പറയുന്നത് ഇവിടെ universityrecords.csv എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഓപ്പൺ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ നോർമലി ഫയൽസിനെ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡിലാണ് നമ്മൾ CSV ഫയലിനെ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിത്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ഫയൽ നെയിം റൈറ്റ് മോഡിൽ ഫയലിനെ ഓപ്പൺ ചെയ്തു, അതിനെ CSV ഫയലാക്കി ഓപ്പൺ ചെയ്തു. ദെൻ അതിന് ശേഷം ഒരു CSV റൈറ്ററിലേക്ക് നമ്മൾ റൈറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈ CSV ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ CSV റൈറ്റർ എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചു. ദെൻ അതിനുശേഷം റൈറ്റ് റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫീൽഡ്സിനെയും റോസിനെയും നമ്മൾ അതിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പം CSV റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ പോയിൻ്ററാണ്. ആ ഫയൽ പോയിൻ്ററിൻ്റെ റൈറ്റ് റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വാല്യൂസ് എല്ലാം തന്നെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ റീഡ് റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് അതിനകത്തുനിന്ന് വാല്യൂസിനെ റീഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് പാണ്ടാസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ read_CSV എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സൽ ഡേറ്റ ഉണ്ട്. ഇതിനകത്ത് എംപ്ലോയീസിൻ്റെ കുറച്ച് ഡേറ്റയാണ് ഉള്ളത്. അതിനെ നമ്മൾ പാണ്ടാസ് യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഡേറ്റ ഫ്രെയിമായിട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിനകത്തു നിന്ന് ഒരു അവരെ ഹയർ ചെയ്തിരിക്കുന്ന ഡേറ്റ ജാനുവരി 2005നും ഡിസംബർ 2006നും ഇടയിലുള്ള ആൾക്കാരെ മാത്രം ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡേറ്റ ഫ്രെയിമിലേക്ക് വാല്യൂ റീഡ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എക്സൽ ഫയലിലായതുകൊണ്ട് read_excel എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു. CSV ഫയലാണെങ്കിൽ read_CSV എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് വാല്യൂസിനെ റീഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ ഇനി റിസൾട്ടിലേക്ക് നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ്. എന്താണ് നമ്മുടെ കണ്ടീഷൻ? നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് ഹയർ ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു കോളമുണ്ട്. ഈ കോളത്തിനകത്ത് ആ കോളത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജാനുവരി 2005 കൂടുതലുമായിരിക്കണം, ഡിസംബർ 2006 കുറവായിരിക്കണം. അങ്ങനെയുള്ള വാല്യൂസിൻ്റെ ഇൻഡെക്സ് ഡേറ്റ ഫ്രെയിം വെച്ച് എടുത്തിട്ട് ആ ഇൻഡെക്സിനെ നമ്മൾ റിസൾട്ടിലേക്ക് സേവ് ചെയ്തിരിക്കുകയാണ്. ദെൻ ആ റിസൾട്ടിനെ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ വാല്യൂസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റുഡൻസിൻ്റെ വാല്യൂസ് എടുത്തിട്ട് ഇത്രയും മാർക്കിന് കൂടുതലുള്ള ആൾക്കാരെ മാത്രം ഡിസ്പ്ലേ ചെയ്യുക, ഫസ്റ്റ് ക്ലാസ് ഉള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഡിസ്പ്ലേ ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക നിങ്ങൾ. ഇനി അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് കൺട്രീസ് ആൻഡ് കോണ്ടിനെൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പാണ്ടാസിനെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഏജ് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ ഫ്രെയിമിനകത്ത് കോളംസ് ആയിട്ട് കൺട്രി ഉണ്ട്, ഇയർ ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, കോണ്ടിനെൻ്റ് ഉണ്ട്. ഈ കൺട്രീനെയും കോണ്ടിനെൻറ്റിനെയും ബേസ് ചെയ്ത് നമുക്ക് ഈ ഡേറ്റ ഫ്രെയിമിനെ സോർട്ട് ചെയ്യിപ്പിക്കണം. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതല്ല, നമുക്ക് CSV ഫയൽ ഉണ്ടെങ്കിൽ CSV ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സോർട്ട് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ മാത്രം നമ്മൾ കോൾ ചെയ്താൽ മതി. ഡേറ്റ ഫ്രെയിം .sort_values. ഓക്കെ, ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ദെൻ ആ ഫംഗ്ഷനുള്ളിൽ ഏത് വെച്ചാണ് സോർട്ട് ചെയ്യേണ്ടത്? സോ ബൈ എന്ന് പറയുന്ന
ഏത് കോളം വെച്ചാണ് സോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബൈ കൊണ്ട് കാണിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ കൺട്രിയെ ബേസ് ചെയ്തും കോണ്ടിനെൻറ്റിനെ ബേസ് ചെയ്തും സോർട്ട് ചെയ്യണം, രണ്ട് രീതിയിൽ സോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം കൺട്രി ബേസ് സോർട്ട് ചെയ്യും, ദെൻ അതിനുശേഷം കോണ്ടിനെൻറ്റിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സോർട്ടിങ് വാല്യൂസ് ആയിരിക്കും നമുക്ക് DFനകത്ത് കിട്ടുന്നത്. ദെൻ അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോർട്ടഡ് ലിസ്റ്റ് പ്രിൻ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഡേറ്റ നമുക്ക് സോർട്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും അങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ എംപ്ലോയീസിൻ്റെ ഡേറ്റയിൽ സാലറി ബേസിസിൽ നമുക്ക് സാലറിയുടെ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ഓർഡർ കിട്ടണമെങ്കിൽ ഇവിടെ അസെൻഡിങ് ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ സിമ്പിളായിട്ട് പാണ്ടാസ് യൂസ് ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്രോഗ്രാംസ് മാത്രം പെട്ടെന്ന് കണ്ട കുറച്ച് പ്രോഗ്രാംസാണ് ഞാൻ എടുത്തത്. ഇനിയും കൂടുതൽ പ്രോഗ്രാംസ് കാണുന്ന അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. തൽക്കാലം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഈ മോഡൽ നോക്കി വെക്കുക, എങ്ങനെയാണ് ഓരോരോ മോഡലും നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ ആ ഒരു എക്സ്പ്ലനേഷൻ റൈറ്റിംഗ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.